അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസാവ മീഡിയയിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. നമ്മൾക്കുള്ളത് ഹറമിലാട്ടോ. ഹറമിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നത്. രാത്രിയാണ് നമ്മൾ ഹറമിലേക്ക് എത്തിയട്ടോ. അപ്പം കഅബയുടെ പരിസരവും അതേപോലെ സഫാ മർവൻ്റെ ആ ഭാഗങ്ങളും ബാബുൽ മലക്ക് ഫഹദിൻ്റെ ഭാഗങ്ങളൊന്ന് നമുക്ക് വീക്ഷിക്കട്ടോ. അപ്പം ഉംറക്കാരൊക്കെ കുറഞ്ഞ സമയമാണ്, റമദാൻ കഴിഞ്ഞു. അപ്പം സൗദിയിലുള്ള ഉംറക്ക് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ഇപ്പോൾ ഉംറക്കാരെ ഇപ്പോൾ സൗദിയിലേക്ക് വരുന്നില്ല. എല്ലാ ഉംറക്ക് വന്ന ആളുകളും ഹജ്ജ് ആയതിൻ്റെ പേരിൽ റിട്ടേൺ പോകുന്ന സമയമാട്ടപ്പോൾ. അതുകൊണ്ട് തന്നെ പൊതുവെ ഹറമിൽ ഒരുപാട് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് ഇപ്പം മറവൻ്റെ ഭാഗം, അതായത് അൽജിയാദിലെ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ടോ. അൽജിയാദിൽ നിന്ന് നേരിട്ട് സഫാ മറവൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മളുള്ളത് കേട്ടോ. അവിടുന്ന് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇപ്പം മറവൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ബ്രിഡ്ജ് നേരിട്ട് എന്നെത്തുന്നത് അസീസിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം വാഹനത്തിൽ വരുന്ന ഉംറക്കാർ ഇറങ്ങുന്ന ഭാഗത്താട്ടോ ഈ ബ്രിഡ്ജ് എത്തുന്നത്. റസൂലിൻ്റെ വീടിൻ്റെ ഒക്കെ ഏകദേശം ആ ഭാഗത്ത്, സൗദി രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സൈഡിലൂടെയുള്ള ആ ബ്രിഡ്ജാട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ ജനങ്ങൾ ഉംറക്കാരൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉംറ ചെയ്യാനൊക്കെ ഇപ്പം സൗദിയിലുള്ള, അതായത് മക്കത്തും മദീനത്തും അതേപോലെ റിയാദിൽ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഉംറക്ക് വരാനും ചെയ്യാനൊക്കെ നല്ല സൗകര്യം കേട്ടോ. തിരക്കുകളൊന്നുമില്ല. ഈ ഭാഗമാണ് ഇപ്പോൾ ബാബുസലാമിൻ്റെ ഈ ഭാഗത്താക്കത്തുള്ളത്. ബാബുസലാമാണിത് ഈ ഭാഗം കാണുന്നത്. ഈ മറവൻ്റെ സഫാ മറവൻ്റെ ആ ഭാഗമാണ്. ഇപ്പം റംസാനൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഉംറക്കാരും ഹാജിമാരൊക്കെ കൂടുതലുള്ള നിറഞ്ഞ് കവിഞ്ഞൊരു ഭാഗമാട്ടോ ഇപ്പം അത്. ഇപ്പം ഫുള്ള് കാലിയായിന്, അല്ലാതെ ആളുകളൊന്നുമില്ല. കുറഞ്ഞ ആളുകളും ഇപ്പോൾ ഉള്ളു കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. അല്ലാതെ ആളിപ്പം അങ്ങനത്തെ നമുക്ക് ഇപ്പം ഈ വീഡിയോയിലൂടെ തന്നെ കണ്ടാൽ മനസ്സിലാവും. മറ്റത് ഈ സമയങ്ങളിലൊക്കെ ജനങ്ങൾ തിങ്ങി നിന്നിരുന്ന സമയം കേട്ടോ റംസാനിക്ക്. ഏകദേശം ജനങ്ങളൊക്കെ എല്ലാവരും പോയി. കുറച്ചും കൂടി ഉംറക്കാരൊക്കെ ഉണ്ട് റിട്ടേൺ പോകാനുള്ളത്. ഇപ്പോഴും വർക്ക് കുറച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ ഹജ്ജാകുമ്പോൾ ഏകദേശം ഈ ഭാഗങ്ങളിലുള്ള വർക്കുകളൊക്കെ കഴിക്കൂട്ടോ. ഏകദേശം ഹജ്ജാകുമ്പോൾ ഈ വരുന്ന ഒരു മാസം കൊണ്ട്, ഇതിപ്പോൾ ഷവ്വാലാണല്ലോ, ഷവ്വാൽ ദുൽഖഅദ ഒരു 15 ഹാജിമാർ ഇറങ്ങും. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കുന്ന ലെവലിൽ എത്തിട്ടോ മൊത്തം. നമ്മൾ ആ മറവൻ്റെ അവിടെ ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അൽജിയാദ് ആ ഭാഗത്തുനിന്ന് വരുന്ന ബ്രിഡ്ജാണിത്. ആ ബ്രിഡ്ജ് നേരിട്ട് വരുന്നത് റസൂലിൻ്റെ വീടിൻ്റെ ഏകദേശം ആ ഭാഗങ്ങളിലാണ് വന്നിറങ്ങട്ടോ. ആ ഭാഗങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ അസീസിയ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബസ്സിലൊക്കെ ഉംറക്കാർക്ക് അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ അവിടുന്ന് ബസ്സിലാണ് വരിക. ആ ബസ് വന്ന് ഇറങ്ങുന്ന ഭാഗമാട്ടോ അവിടെ നിന്ന് നേരിട്ടാണ്ട് ഈ ബ്രിഡ്ജിലൂടെ കയറി കഴിഞ്ഞാൽ അൽജിയാദിൻ്റെ ഡോറിൻ്റെ അടുത്തുള്ള ഡോറിലേക്കാണ് ഈ ബ്രിഡ്ജ് എന്നെത്തുന്നത്. നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഈ ബ്രിഡ്ജ് പോകുന്നത് കേട്ടോ. ഈ ബ്രിഡ്ജ് ഇവിടെ വന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ തൊട്ടടുത്ത് ആ ഭാഗത്താണ് കൊട്ടാരം കേട്ടോ. സൗദി രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു അത്. നമ്മൾ അവിടുന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി താഴോട്ടേക്ക് ബാബുസലാം ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പം നമ്മളാണ് പോകുന്നത്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം നിയന്ത്രണത്തിൻ്റെ ഓരോ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ജനങ്ങളൊക്കെ ഒരുപാട് കുറവാണ്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആളുകളൊക്കെ
നല്ല കുറവാണ് ആളുകൾ, കുറച്ച് ആളുകളെ ഉള്ളൂ. അപ്പം പൊതുവെ കൂടുതലും ഈ സൗദിയിൽ ഇപ്പം നിലവിൽ ജോലിക്ക് വന്ന ആളുകൾ മാത്രമേയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കൂടുതലും റമളാനൊക്കെ വന്ന ആളുകൾ, ഉംറക്ക് വന്ന ആളുകളൊക്കെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചും കൂടിയുണ്ട് പോവാൻ. ഒരു ഷവ്വാൽ 15 ആകുമ്പോഴത്തിന് 15-20 ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് പോകും കേട്ടോ. ഷവ്വാൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തും ഫുള്ള് പോയി ഉംറക്കാരെന്നെ ഉണ്ടാവില്ല. പിന്നെ ദുൽഖഅദ് ഫസ്റ്റിലൊക്കെ ആകുമ്പോഴത്തിന് ഹാജിമാർ ഇറങ്ങാൻ തുടങ്ങും. ഈ ഹാജിമാർ ഇറങ്ങുന്നതിന് മുന്നായിട്ട് ഉംറക്കാരെല്ലാവരും റിട്ടേൺ പോയി കഴിയും കേട്ടോ. പോയി കഴിയണം എന്നാണ് സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ മറവൻ്റെ ആ ഭാഗത്തേക്കാണ് ഇപ്പം പോകുന്നത്. ഈ ഭാഗമൊക്കെ ബാരികാർഡ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ഇപ്പം വർക്ക് നടക്കുന്നുണ്ട്. ആ കാരണത്താൽ മറവൻ്റെ ആ ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഗസയിൽ നിന്ന് വരുന്ന ആളുകൾ കൂടുതലും ജന്നത്തുൽ മഹലിൻ്റെ ആ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ കൂടുതലും നേരെ മറവയിലേക്കാണ് കയറുക. അവിടെ ബ്രിഡ്ജിൽ കയറിക്കാണ്ട് നേരെ മറവേൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. ഇതിലെ ചുറ്റി വളഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി അൽജിയാദ് ആ ഭാഗത്തുള്ള ഗേറ്റിലേക്ക് പോകുന്നവരാ ഉണ്ട് കേട്ടോ. രണ്ട് ഭാഗത്ത് ഇവിടെ അറമ്പിലേക്ക് കയറാനുള്ള സൗകര്യമുള്ള കേട്ടോ. ബാബുസലാമിലൂടെ ഉംറക്കാർക്ക് മാത്രമേ കയറാനുള്ള അനുവാദം ഉള്ളൂ കേട്ടോ. കാരണം അതുകൊണ്ട് പോവുകയ്ക്ക് ഉംറക്കാരെ മാത്രമേ കയറ്റി വിടുകയുള്ളൂ. ഇവിടെ കണ്ട വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം വർക്കുകളൊക്കെ അതായത് ഹജ്ജിൻ്റെ മുന്നായിട്ട് കഴിയണം. ഇതിപ്പോൾ നമ്മളാ ബാത്റൂം ഉണ്ടല്ലോ ഗസയിലെ, അതായത് മറവ ഭാഗത്തുള്ള ബാത്റൂമിൻ്റെ അരികിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നേരെ നമ്മൾ റസൂലിൻ്റെ വീടിൻ്റെ അടുത്ത് ബൈത്ത് റസൂലിൻ്റെ അടുത്തേക്കാണ് എത്തട്ടോ. ഇതിലൂടെയാണ് എത്തുന്നത് ബൈത്ത് റസൂലിൻ്റെ ആ ഭാഗത്തേക്കാട്ടാണ് എത്തുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഒരു കാഴ്ചകൾ ഇന്ന് കാണിക്കാന്നുള്ള ഉദ്ദേശത്തിലൂടെ കേട്ടോ നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. ഹറമിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണിക്കാന്നുള്ളതാണ്. കാരണം ഇപ്പം എല്ലാ തിരക്കൊന്നുമില്ല. ആ കാരണം കൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. മാഷാ അല്ലാഹ്. ബാക്കി ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഉംറക്കാരൊക്കെ ഉണ്ട്. അത് യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ബൈത്ത് റസൂലാണ് ഈ കാണുന്നത്. അപ്പം അത് ഒരു മക്തബായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ആ റസൂലിൻ്റെ വീടൊക്കെ കുറച്ചൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇത് ഇപ്പോൾ ഒരു മക്തബ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ കൊട്ടാരം എന്ന് പറയുന്നത്. പണ്ടുള്ള ഹറമിൻ്റെ തൊട്ടടുത്ത് സൗദി രാജാവിൻ്റെ കൊട്ടാരമാണ് കേട്ടോ അത്. നമ്മൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഗസയിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇത് ഹറമിനോട് ചുറ്റുള്ള ഒരു റിങ് റോഡ് ഉണ്ട് കേട്ടോ. ആ റിങ് റോഡിൻ്റെ അതാണ് ഈ കാണുന്നത്. ആ റോഡിലൂടെ നേരെ വാഹനത്തിലൊക്കെ വന്നിട്ടാണെങ്കിൽ നമുക്ക് അർമലിൻ്റെ തൊട്ടടുത്ത് ഇറങ്ങിയാണെങ്കിൽ നേരിട്ട് അർമയിലേക്ക് കയറാൻ കഴിയും കേട്ടോ. ഈ ബ്രിഡ്ജ് കാണുന്നുണ്ടല്ലോ, ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയ വാഹനങ്ങൾ പോകട്ടോ. അറമിന് ചുറ്റും ഉണ്ട് കേട്ടോ ഈ ബ്രിഡ്ജ്. അപ്പം ജനങ്ങൾക്കൊക്കെ വാഹനത്തിൽ വന്ന് ഇറങ്ങി നേരെ ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം കേട്ടോ ആ ബ്രിഡ്ജിലൂടെ ചെയ്യുന്നത്. ഇവിടുന്ന് നേരത്തെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഗസ പറഞ്ഞ അത് ജന്നത്തുൽ മഹലിൻ്റെ ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. ഈ ഭാഗങ്ങളൊന്ന് ഇപ്പം തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മളെ പ്രേക്ഷകർക്കും നമ്മളെ ഗ്രൂപ്പ് ചാനൽ കുടുംബാംഗങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഒന്നെടുക്കുന്നത് കേട്ടോ. ഹറമിൻ്റെ ചുറ്റുഭാഗമുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത്. കുറച്ച് കാലമായി നമ്മളിപ്പോൾ ഹറമിൻ്റെ വീഡിയോ എടുത്തിട്ട് റമളാനൊക്കെ എടുത്തതായിരുന്നു. ഇപ്പം റമളാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ റോഡിലൂടെ നേരെ നമ്മൾ പോകുമ്പോൾ ജന്നത്തുൽ മഹലിൻ്റെ ഭാഗത്തോട്ടോ, മസ്ജിദ് ജിന്ന്, ജന്നത്തുൽ മഹല ആ ഭാഗങ്ങളിലേക്കാട്ടോ ഈ റോഡ് പോകുന്നത്. ഈ റോഡ് നേരെ അങ്ങോട്ടാണ് നമ്മൾ
പോകാൻ കഴിയട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നമ്മളെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടൊട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഉംറക്കാരുടെ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഇവരൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഉംറ ചെയ്ത് പോകാനുള്ള ആളുകളായിരിക്കും കേട്ടോ. ഗ്രൂപ്പുകളാണ് വരുന്നത്. ഈ ഭാഗം നമ്മുടെ അൽജിയാദിൻ്റെ ഭാഗം കേട്ടോ. അൽജിയാദ് അബ്ദുൽ അസീസ് ഗേറ്റ് ഉണ്ടല്ലോ, ആ ഭാഗത്താണിത്. അൽജിയാദിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ അൽജിയാദ് ഈ ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളായിട്ടോ. ഉംറക്ക് അതായത് റംസാൻ സമയത്ത് നല്ല ജനങ്ങളുണ്ടായിരുന്നു. അവിടെ വിവിധം ആളുകളെല്ലാം പോയി, കുറച്ച് ജനങ്ങളുള്ളൂ. കാരണം ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റംസാൻ്റെ തിരക്ക് എത്രയായിരുന്നു എന്നുള്ളത്. അതുപോലുള്ള തിരക്കാണ് ഇനിയിപ്പോൾ ഹജ്ജിന് വരാനുള്ളത് കേട്ടോ. ഹജ്ജിനും നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ലോക മുസ്ലിങ്ങളൊക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മക്ക എത്തുകയാണല്ലോ ചെയ്യുക. ഈ ഒരു പരിസരത്ത് മാത്രമാണ് ആ ഹജ്ജിൻ്റെ സമയത്തുണ്ടാകുക. അറഫ കഴിഞ്ഞാലൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങാണ് ക്ലോക്ക് ടവർ ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് മറ്റേ ആ കാണുന്ന ബിൽഡിങ്ങാണ് ശരിക്കത്ത് മക്ക. ആ ഭാഗങ്ങളാട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. മാഷാ അല്ലാഹ്. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയൊക്കെ വന്ന് കാണുമ്പം ഭയങ്കര മനസ്സിന് നല്ലൊരു കുളിർമ കേട്ടോ. കടന്ന് കാണുക, കേരളം കാണുക എന്നുള്ളതൊക്കെ നമ്മളെ കണ്ടവർക്ക് ഇനി വന്ന് കാണാനും കാണാത്തവർക്ക് ഇനി വന്ന് കാണാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഈ വീഡിയോ നമ്മൾ എടുക്കുന്നതെന്നാണെങ്കിൽ നമ്മുടെ ആളുകൾക്ക് എല്ലാം ഒന്ന് ഇടയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് വീഡിയോ എടുക്കുന്നത്. ഹറമിൻ്റെ പരിസരവും കാബയും ഒക്കെ പാടെടുക്കുന്നത് കേട്ടോ. ഇതാണ് അബ്ദുൽ അസീസ് ഗേറ്റ് ആണ് കേട്ടത്. ഇതിപ്പം മൊനാരത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഗേറ്റിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ആ ഭാഗം ഇപ്പോൾ അടച്ചിട്ടേക്കാണ്, ആളെ കയറ്റുന്നില്ല. കാരണം ഹജ്ജിൻ്റെ മുന്നായിട്ട് ഈ ഭാഗം തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അൽജിയാദ് ഗേറ്റാണ് ഇപ്പം. അൽജിയാദ് ഗേറ്റിലൂടെയാണ് ഇപ്പോൾ ആളുകളെ അങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ കയറ്റുന്നതും അടക്കുന്നതും കേട്ടോ. ഹറമിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കരമാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട് കേട്ടോ. പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികളും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓടെടുക്കാനൊക്കെ സൗകര്യമുള്ള ഭാഗമാട്ടോ. ബാത്റൂം അതൊക്കെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ബാത്റൂം കേട്ടോ. ഇത് അറിഞ്ഞിട്ടാണെങ്കിൽ ഓടെടുക്കാനും അതേപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. റംസാൻ ലാസ്റ്റിക്കൊക്കെ നല്ല തിരക്കാണ്. ഇവിടേക്ക് അത് അടുക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോഴൊക്കെ തിരക്കുകൾ ഒരുപാട് കുറഞ്ഞു. എന്നാലും കുറച്ച് ഉംറക്കാരുണ്ട് ഇനിയും പോവാനുണ്ട് കേട്ടോ. അവരൊക്കെയാണ് പോകുമ്പോഴത്തേനും ഫുള്ള് കാര്യമാവും കേട്ടോ. ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എന്നാൽ ക്ലീൻ ചെയ്യുന്നത്. അത് ഭാഗമായിട്ട് വലിച്ചിട്ട് നിയന്ത്രിച്ചിട്ട് ആ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് അങ്ങനെ പോകാട്ടോ ചെയ്യുന്നത്. മെഷീനറികളാണ് കൂടുതലും. മഴ സമയത്ത് വൈപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും വെള്ളങ്ങളൊക്കെ പോവാൻ. നമ്മൾ കേരളത്തിൻ്റെ ഹർബിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. കേരളത്തിൻ്റെ ഹർബള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി കേരളത്തിൻ്റെ അടുത്താണുള്ളത്. രാത്രിയാണ്. ആളുകൾ കുറഞ്ഞ തിരക്കുകളുള്ളൂ. വല്ലാത്ത തിരക്കുകളൊന്നും ഇല്ല, കുറഞ്ഞ തിരക്കുകളൊക്കെ ഉള്ളൂ. കേരളത്തിന് വാക്കിനൊക്കെ ആളുകൾ കുറവാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. സ്വദേശികളായിട്ടുള്ള ഉംറക്കാരും
അതേപോലെ ഹാജിമാരായിട്ടുള്ള ഉംറക്കാരും കുറച്ച് ഉണ്ട്. ഹാജിമാരായിട്ടുള്ള ഉംറക്കാർ കുറച്ചൊക്കെ നാട്ടിൽ പോകാനുണ്ട് കേട്ടോ. അതേതായാലും 10-20 ദിവസത്തിനുള്ളിലൊക്കെ ഏകദേശം അവരെല്ലാം പോയി ഒന്ന് കുറച്ച് കാലിയാവും. പിന്നെ ഒരു 5 ഒരാഴ്ചകളുള്ളിൽ രണ്ടാം ഹാജിമാർ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. അതായത് ഫസ്റ്റിലേക്കൊക്കെ ഹാജിമാർ ഇറങ്ങി തുടങ്ങും. പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വില്ലേജ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും, അതായത് ലാസ്റ്റായി അതായത് വില്ലേജ് ഫസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവും കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത തിരക്കുകളാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജ് സമയത്തൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും വരാനുള്ള തൗഫീഖ് നൽകട്ടെ. ചാനൽ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും വരാനും ഉംറ ചെയ്യാനും തവാഫ് ചെയ്യാനും മദീനത്ത് പോകാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇതിനായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കേരളത്തിൻ്റെ അടുത്ത് ഈ ഭാഗങ്ങളൊക്കെ ബാബിൽ മുൻതസിമാണ്. കേരളത്തിൻ്റെ ബാബിൻ്റെ ഭാഗമാണ് അത് കാണുന്നത്. വേറെ തുർക്കി മസ്ജിദ് ഉണ്ടല്ലോ, കേരളത്തിൻ്റെ അടുത്തുള്ള തുർക്കി പള്ളി, ഇതിലുള്ളതാണ് ഈ വീഡിയോ ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. അതായത് ബാബിൽ ഫത്തഹ് ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സോമപ്പാത്തിയാണ് ആ കാണുന്നത്.